ആ കവചം ഞാൻ നിന്നെ ധരിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ഇവിടെ നിന്നാൽ അപകടമാണ്. നിങ്ങളെങ്ങാനും കൈനീട്ടി ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി എങ്ങാനും പറിച്ചു ഭക്ഷിച്ചാൽ നിങ്ങൾ പാപാവസ്ഥയിൽ അമർത്യരാകും. പിന്നെ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മക്കൾ പോയിക്കോ. അങ്ങനെ ദൈവം ആദത്തെയും ഹവ്വയെയും അവരെ രക്ഷിക്കുന്നതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് അവരെ പർവ്വതസായിൽ നിന്നും പുറത്താക്കിയതും ജീവന്റെ വൃക്ഷത്തിനെ കാവൽ നിർത്തിക്കൊണ്ട് എന്നെങ്കിലും കാലത്ത് ഇവരോ ഇവരുടെ മക്കളോ ഇവരുടെ കുഞ്ഞുമക്കളോ ആരും അവിടെ വന്നു പോകരുത്. അങ്ങനെ പറുദീസായ അടച്ചു. കർത്താവായ ഈശോ മിശിഹ സമയത്തിൻ്റെ പൂർണ്ണതയിൽ വന്നു. ആ മനുഷ്യരുടെ പാപങ്ങളിൽ ജോർദാൻ നദിയിൽ വെച്ച് അവൻ മുങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. തുടർന്ന് പാപികളേവരെയും മാടി വിളിച്ചവനാ അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്ദനവരദം, നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഉടനെ തന്നെ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കം തുടങ്ങാം. ഒന്നുകൂടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ കേട്ട കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഒരു ചെറിയ ഇടവേള, 7 മിനിറ്റേ ഉള്ളൂ. 12 മണിക്ക് നമ്മൾ കുർബാനയ്ക്ക് കയറും. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഇരിക്കുക. അച്ഛനെന്താ പറയാനുണ്ട്? താങ്ക് യു. പ്ലീസ് എല്ലാവരും ഇരിക്കുക. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളിൽ പലരും ഈ ഡ്യുവൽ USB വീഡിയോ റെക്കോർഡ് ചെയ്തപ്പെട്ട USB സ്റ്റിക്കിന് വേണ്ടി ഓർഡർ കൊടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് 500 രൂപ എന്നാണ് പറഞ്ഞത്. 500 രൂപയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അത് 500 രൂപയ്ക്ക് കിട്ടില്ല. അതിൽ ഇച്ചിരി പൈസ കൂടും. 570 600 ആകാം കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങളത് കളക്ട് ചെയ്യുമ്പോൾ ആ ബാക്കി ഡിഫറൻസ് കൊടുത്തേക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, നമ്മൾ ധ്യാനത്തിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് കുർബാനയോടുകൂടി നമ്മുടെ ധ്യാനം തീരും. ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഇവിടെ താമസിച്ചുള്ള ധ്യാനം നടക്കുന്നുണ്ട്. മാസത്തിൽ 3 ധ്യാനം താമസിച്ചുള്ള ധ്യാനം നടക്കുന്നു. മലയിൽ വൈദികരുടെ ധ്യാനം നടക്കുന്നു, യൂത്തിൻ്റെ ധ്യാനം നടക്കുന്നു. ഈ ധ്യാനങ്ങൾക്കൊന്നും തന്നെയും നമ്മൾ 1 രൂപ പോലും രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങിക്കുന്നില്ല. അതേസമയം ധ്യാനത്തിന് വളരെയധികം ചിലവ് വരുന്നുമുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടില്ലാതെ ദൈവം ക്രമീകരിക്കുന്ന ഞെരുക്കത്തിലൂടെയാണെങ്കിലും ദൈവം ക്രമീകരിക്കുന്നുണ്ട്. ദൈവജനം തരുന്ന സ്തോത്ര കാഴ്ച, സംഭാവന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കർത്താവ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ധ്യാനത്തിൽ 402 പേരാണ് ഇവിടെ നമ്മുടെ ശുശ്രൂഷകരുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്.
ശനിയാഴ്ച തുടങ്ങി നാളെ അവസാനിക്കും. ഇവിടെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു ചെറിയൊരു കണക്കെടുത്തപ്പോൾ